ഈ ഒരു കമന്റ് കണ്ടിരുന്നു. മുൻജന്മ ഫലം എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതെന്തുദ്ദേശിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഏകദേശം എനിക്ക് മനസ്സിലാക്കാം. നമ്മളെ ഇങ്ങനെയുള്ള ഉണ്ണികളെയൊക്കെ കാണുമ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ടും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ മുൻജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലമാണ് നമ്മൾക്ക് ഈ ജന്മത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരാന്നുള്ളത്. പക്ഷെ എനിക്കതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെ കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ശരിയാണ്, മുൻജന്മ ഫലം തന്നെയാണ്. ഞാൻ മുൻജന്മത്തിൽ ചെയ്ത എന്തോ വലിയൊരു പുണ്യത്തിന്റെ ഫലമാണ് എനിക്ക് എന്റെ കണ്ണനുണ്ടായതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അല്ല കണ്ണാ, അമ്മ എന്ത് മുൻജന്മ പുണ്യാണാവോ ചെയ്തേ എനിക്ക് എന്റെ കണ്ണനെ തരാനായിട്ട്? ആലോചിക്കുക. മോളി കൊണ്ടുപോയില്ല എൻ്റെ ഇടയിൽ കൂടെ ആള് സൂത്രത്തിൽ മോളി കൊണ്ടുപോകാമെന്ന് വെച്ചാൽ പറയാമെന്ന്. വേണ്ട, പറയണ്ട. എന്നോട് പലരും പറയാറുണ്ട് കേട്ടോ, നമ്മുടെ കണ്ണൻകുട്ടീനെ കാണുമ്പോൾ ഒരു ശ്രീകൃഷ്ണനെ കാണുന്നത് പോലെയുള്ള ഒരു ചൈതന്യമൊക്കെയാണ് കണ്ണൻ്റെ മുഖത്തുനിന്ന്. ഇതൊന്നും അല്ലാട്ടോ ശ്രീകൃഷ്ണൻ. ഞാൻ പണ്ടത്തെ ഒരു ഫോട്ടോയിൽ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ശരിക്കും കൈകൂപ്പിനൊന്നും തൊഴാനൊക്കെ തോന്നും. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. പലരും വന്നെൻ്റെ അടുത്ത് പറയുമ്പോൾ, ഞാനിപ്പോൾ എൻ്റെ മകനെ പൊക്കി പറയുന്നല്ല കേട്ടോ, പലരും വന്നെൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ആലോചിച്ച് പോകാറുണ്ട്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പുണ്യമാണ് എൻ്റെ കണ്ണൻ്റെ അമ്മ എന്നുള്ളൊരു സ്ഥാനം. എനിക്ക് അത്രയും പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്. പലരും വന്ന് പറയും എൻ്റെ അടുത്ത്, ശരിക്കും ശ്രീകൃഷ്ണനെ കാണുന്നത് പോലെയുള്ള ഒരു ചൈതന്യമാണ് കണ്ണൻ്റെ മുഖത്തുനിന്ന്. കണ്ണൻ്റെ കൂട്ടുകാരനോ കൃഷ്ണനെവിടെ, കണ്ണനെവിടെ, ശ്രീകൃഷ്ണനെവിടെയോ തീരിക്കണേ. എവിടെ ഉണ്ടെങ്കിലും ഇവനിവിടെ എവിടെ നിർത്തിക്കഴിഞ്ഞാലും അവനറിയാം കൃഷ്ണൻ അവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഭയങ്കര എന്തോ ഒരു അറ്റാച്ച്മെന്റ് ഇവർ തമ്മിലുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗുരുവായൂർ പോകേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. ഗുരുവായൂർ പോകണ്ടേ നമുക്ക്? കണ്ണാ, ആരെ കൊണ്ടുപോണ്ടേ ഗുരുവായൂർക്ക്? ആരാ? ഞാൻ കൊണ്ടുപോകണോ ഗുരുവായൂർക്ക്? കൊണ്ടുപോകട്ടാ. അപ്പൊ ഞാൻ പറയാണ്, എൻ്റെ മുൻജന്മ പുണ്യത്തിന്റെ ഫലമാണ് എനിക്ക് എൻ്റെ കണ്ണൻ. അപ്പൊ അയാൾ കമന്റ് ഇട്ടിരിക്കുന്നത് നെഗറ്റീവ് ആണെങ്കിലും ഞാനത് പോസിറ്റീവായി എടുക്കുള്ളൂ.